കിടങ്ങൂർ കാവാലിപ്പുഴ ബീച്ചിനോട് ചേർന്ന് മീനച്ചിലാറിന് കുറുകെ മിനി ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോയിൽ ടെസ്റ്റ് ആരംഭിച്ചു. ഈ വർഷത്തെ ബജറ്റിൽ പദ്ധതിക്കായി 6 കോടി രൂപ നീക്കിവച്ചിട്ടുള്ളതായി മോൻസ് ജോസഫ് MLA പറഞ്ഞു. മിനി ബ്രിഡ്ജിനൊപ്പം കാവാലിപ്പുഴ കടവിലേക്കുള്ള റോഡിന്റെ വീതി കൂട്ടുന്നതിനും മിനി പാർക്ക് നിർമ്മാണത്തിനും പദ്ധതിയുണ്ടെന്നും MLA പറഞ്ഞു. മീനച്ചിലാറിന്റെ തീരത്ത് കാവാലിപ്പുഴ കടവിലെ മിനി ബീച്ച് വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മിനി ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. മിനി ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സോയിൽ ടെസ്റ്റ് നടന്നുവരുന്നത്. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ മിനി ബ്രിഡ്ജ് നിർമ്മാണമാണ് ലക്ഷ്യമിടുന്നതെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. കടുത്തുരുത്തി മണ്ഡലത്തിന്റെ പദ്ധതി എന്ന നിലയിൽ ബജറ്റിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. PWD ആണ് നിർമ്മാണം നടത്തുന്നത്. ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുമ്പോൾ തുക വർദ്ധിച്ചാൽ അധിക തുക കണ്ടെത്തേണ്ടതായി വരും. നിലവിൽ കിടങ്ങൂരിലും ചെമ്പ്ലാവിലും വലിയ പാലങ്ങൾ ഉള്ളതുകൊണ്ട് മിനി ബ്രിഡ്ജിനാണ് അനുമതി ലഭിക്കുന്നത്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജ് വിഭാഗം ഈ വർക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള പ്രപ്പോസൽ എന്ന നിലയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളുടെ സർവേ നടപടികൾ ഇവിടെ കാവാലിപ്പുഴയിൽ ഒരു ടൂറിസം പ്രോജക്റ്റ് എന്ന നിലയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രപ്പോസൽ കൂടി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരുന്നു. ടൂറിസം ഡെവലപ്മെൻറ്റിന് കൂടി ഉപകരിക്കുന്ന വിധത്തിൽ ഒരു മിനി ബ്രിഡ്ജ് നിർമ്മിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി എടുത്തിട്ടുള്ള തീരുമാനം. അതനുസരിച്ച് ഇവിടെ PWDയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ആദ്യം സർവേ നടത്തി. ആ സർവേ നടപടികൾക്ക് ശേഷം ഇപ്പോൾ സോയിൽ ടെസ്റ്റ് ഡിസൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സോയിൽ ടെസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയായി സോയിൽ ടെസ്റ്റ് നടക്കുകയാണ്. ഇപ്പോൾ കിടങ്ങൂരിൽ ഒരു ഭാഗത്ത് ആദ്യത്തെ ആഴ്ചയിൽ സോയിൽ ടെസ്റ്റ് നടന്നു. ഇപ്പോൾ മീനച്ചിലാറിൻ്റെ നടുഭാഗത്ത് സോയിൽ ടെസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. മറുകരയിലും അതുപോലെ തന്നെ നടത്തി ഈ വർക്ക് പൂർത്തിയാക്കും. ഇതേ തുടർന്ന് ഡിസൈൻ വിങ്ങിലേക്ക് പ്രപ്പോസൽ കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ മിനി ബ്രിഡ്ജിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ബഡ്ജറ്റിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്ന തുക അനുസരിച്ച് നമുക്ക് 6 കോടി രൂപയുടെ പ്രോജക്റ്റിന് രൂപം കൊടുക്കാനുള്ള അനുമതി ഇപ്പോൾ നിലവിലുണ്ട്. ഈ 6 കോടി രൂപയുടെ ഇത് നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക വേണ്ടി വന്നാൽ സർക്കാരുമായി ചർച്ച ചെയ്ത് ആവശ്യമായ കൂടുതൽ തുകയ്ക്ക് വേണ്ടി ശ്രമം നടത്തുന്നതാണ്. 6 കോടി രൂപയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ബ്രിഡ്ജ് ചെയ്യുന്നതോടൊപ്പം തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വഴി നേരത്തെ നമ്മളൊരു പരിശോധന നടത്തിയിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണത്തോടെ MLA ഫണ്ട് കൂടെ ചേർത്തുകൊണ്ട് ഇവിടെ ഒരു മിനി പാർക്കിൻ്റെ ഒരു സ്വഭാവത്തിൽ ആളുകൾക്ക് വിശ്രമിക്കാൻ കഴിയുന്ന, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളായ ആളുകൾക്ക് എല്ലാം വന്നിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി ഇതോടൊപ്പം നമ്മൾ ഭാവിയിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിനുള്ള മറ്റൊരു പ്രോജക്റ്റ് കൂടി തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണനയിലാണ്. അതും അതിൻ്റെ വിശദാംശങ്ങളും മുന്നോട്ട് ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്യും. ഏതായാലും ഏറ്റവും നല്ല നിലവാരത്തിൽ ഈ കാവാലിപ്പുഴയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രാഥമിക വർക്കുകൾ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്നതാണ്. ബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടെ നിലവിൽ കടത്തുവള്ളത്തെ ആശ്രയിക്കുന്ന പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ആശ്വാസമാവും. പാലം പൂർത്തിയാകുമ്പോൾ മിനി ബീച്ചിലേക്കുള്ള റോഡിന്റെ വീതി കൂട്ടേണ്ടതായി വരും. പ്രദേശവാസികൾ സഹകരിച്ച് സ്ഥലം വിട്ടു നൽകിയാൽ റോഡ് വീതി കൂട്ടി നിർമ്മിക്കാൻ കഴിയുമെന്നും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നതായും MLA പറഞ്ഞു. ഇരു കരകളിലും വഴിക്ക് വീതിയില്ല. അപ്പോൾ അത് നമുക്ക് ഈ പ്രദേശത്തുള്ള കുടുംബങ്ങൾ സഹകരിച്ചുകൊണ്ട് ഇരു കരകളിലും അവർക്ക് സാധ്യമായ വിധത്തിൽ കുറച്ചെങ്കിലും സ്ഥലം വിട്ടു തന്നാൽ നമുക്ക് അല്പം കൂടെ വീതി കൂട്ടി ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം റോഡ് കൂടി സൗകര്യപ്രദമാകുന്ന വിധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഈ പ്രദേശത്തെ ഭൂമിയുടെ എല്ലാം വില 10 മടങ്ങ് വർദ്ധിക്കും. ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കുകയാണെങ്കിൽ ഈ വസ്തു ഉടമകൾക്കും കുടുംബാംഗങ്ങൾക്കും വലിയ വിലവർധനമാണ് ഭൂമിയുടെ കാര്യത്തിൽ വരാൻ പോകുന്നത്. ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വലിയ തികച്ചും അവികസിതമായി വളരെ ഒതുങ്ങിക്കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശത്തിന് വളരെ വലിയ ഒരു സാധ്യതയിലേക്കും വളർച്ചയിലേക്കുമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആളുകളുടെ എല്ലാവരുടെയും സഹകരണം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇരു കരകളിലുള്ള നമ്മുടെ മെമ്പർമാർ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും ചേർത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടെ ഒരു സംയുക്തമായ നീക്കം ഇക്കാര്യത്തിൽ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാവാലിപ്പുഴ ബീച്ചിൽ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കാനായി മിനി പാർക്ക് നിർമ്മിക്കാനും പദ്ധതിയുണ്ടെന്ന് MLA പറഞ്ഞു. പ്രദേശത്തിൻ്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം MLA അഭ്യർത്ഥിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.